എല്ലാവർക്കും രുചി കലവറ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ രുചികരമായ ഒരു വിഭവമാണ് പുളിയിഞ്ചി. ഇന്നത്തെ വീഡിയോയിൽ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി മൺചട്ടിയിൽ 250 ഗ്രാം പുളി പിഴിഞ്ഞത് ഒഴിക്കുക. അതിനുശേഷം ഉരുക്കിയ 10 ക്യൂബ് ശർക്കര അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 6 പച്ചമുളക്, 2 പീസ് ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി എന്നിവ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ശേഷം പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡിയാക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറുകി വരണം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉലുവ ഇത്രയും വറുത്തു പൊടിച്ച് ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.